എന്തെങ്കിലും നീ നോർമലി വ്ലോഗ് ചെയ്തോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ എപ്പിസോഡ് ഓഫ് ഒരു ഫുഡ് ചലഞ്ച്. അപ്പോൾ നമ്മളെ ചലഞ്ച് ഇന്ന് നമ്മൾ ചലഞ്ച് കൊടുക്കാൻ പോകല്ല, നമ്മൾ ചലഞ്ച് വാങ്ങാൻ പോവാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള അർജുൻ എംപിയുടെ ഒരു ചലഞ്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ കഴിക്കാൻ പോകുന്നത് സക്കൂറയിലാണ്, ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ പുള്ളി ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ്. പക്ഷേ 3 മണിക്ക് ചെന്നപ്പോൾ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി റെഡിയല്ല, പുള്ളി വരാൻ ലേറ്റ് ആവും. വേറൊരു പ്രശ്നം വെച്ചാൽ നമ്മുടെ സക്കൂറ റെസ്റ്റോറൻറ്റ് 4 മണിക്ക് അടക്കി. അപ്പോൾ പ്ലാൻ പോസ്റ്റ്പോൺ ചെയ്തു. നമ്മൾ 6:30 ചെല്ലുന്നുള്ളൂ. അപ്പോൾ രാവിലെ 2 ചപ്പാത്തി കഴിച്ച് വേറെ ഒന്നും കഴിക്കാതെ നിൽക്കുക ഞാനിപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ കാക്കനാടുള്ള സീതാദേവി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സെക്രട്ടറി ശ്രീലക്ഷ്മികാരുണ്ട്. ലക്ഷ്മികാർ ചോക്ലേറ്റ് കോഫി കുടിക്കുന്നു, കോൾഡ് കോഫി കുടിക്കുന്നുണ്ട്. കിരൺ ഇത് കുടിക്കുന്നുണ്ട്. ഹാപ്പി വിഷ്. ക്യാമറാമാൻ കിരണാണ്. ഞാൻ കഴിക്കുന്നതുകൊണ്ട് ഇവരും പട്ടിണി കിടന്നിട്ടാണ് വരുന്നത്. എന്താവും നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. കിട്ടുന്ന പൈസ മൊത്തം ഞങ്ങളുടെ ബില്ല് കൊടുക്കാനുണ്ടാവുള്ളൂ. അത് വെറും വ്യാമോഹം മാത്രമെന്ന് ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. ഗൈസ്, സമയം ഇനി ഒരുപാട് 2 മണിക്കൂറോളം ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ കിരണിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു ജാപ്പനീസ് ആർട്ട് ഷോപ്പിലേക്ക് പോവാണ്. ഇന്ന് ഫുൾ ഒരു ജാപ്പനീസ് ഡേ ആണ്. ഓക്കെ, സുഗായോ സുക്കോയോ എന്ന് പറഞ്ഞൊരു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോറിലേക്കാണ് നമ്മൾ പോകുന്നത്. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തൃക്കാക്കരയിലുള്ളൊരു സ്റ്റോറിലോട്ടാണ്. അപ്പോൾ ബാക്കി വിഷയം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഗായ്സ്, ഈ ക്രാഫ്റ്റ് സ്റ്റോറിൽ പോകുന്നതിന് മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. അത് ശ്രീലക്ഷ്മി പറയുന്നതായിരിക്കും. ഇങ്ങനെയല്ല, സ്ക്രിപ്റ്റിലല്ല, സ്ക്രിപ്റ്റിലേക്ക് വരൂ ശ്രീകുട്ടി. എന്നാ കിരൺ പറയൂ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ 2 ദിവസം പനിയൊക്കെ പിടിച്ച് ജലദോഷവും പനിയും ചുമയൊക്കെ ആയിട്ട് ആകെ ടയേർഡായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇവളെനിക്ക് ഞാൻ എന്നിട്ട് ഇന്ന് കൊച്ചിക്ക് ഞാൻ ആക്ച്വലി നാട്ടിലായിരുന്നു. ഇന്ന് രാവിലെ കൊച്ചിയിലെത്തി. അപ്പൊ ഇവൾക്കത് അറിയാം. അപ്പൊ എനിക്ക് ക്രാഫ്റ്റ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇവൾക്ക് മെസ്സേജ്, നമുക്ക് ക്രാഫ്റ്റ് സ്റ്റേഷനിൽ പോകണം, സാധനങ്ങളൊക്കെ മേടിക്കണം. ഇവൾക്ക് ഇതിന് ക്രാഫ്റ്റ് സ്റ്റേഷനിലെ ഒരു ഐഡിയ ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ എന്നിട്ട് ഇവൾക്ക് മെസ്സേജ് ഇവള് പറഞ്ഞു അതിനെന്താ നമുക്ക് പോവാന്ന് പറഞ്ഞു. എന്നിട്ട് അവള് പറഞ്ഞു തൃക്കാക്കരയിൽ വേറൊരു ഷോപ്പ് ഉണ്ട്, നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഫുൾ സെറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവളെ എനിക്കൊരു മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ എന്നിട്ട് സുഖമായോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സുഖമായോന്ന് വെച്ചപ്പോ ഞാൻ വിചാരിച്ചു പനിയൊക്കെ മാറി സുഖമായോ അല്ലേ. സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, ജലദോഷമൊക്കെ ഒന്ന് മാറി, ചെറിയ ചുമയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു അത് നല്ലതാണ്. ഞാൻ പക്ഷെ അതെല്ലാം ഉദ്ദേശിച്ചത് അവള് സുഖോയോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പുതിയ ഒരു ഷോപ്പിന്റെ പേര് പറഞ്ഞു, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ വായിച്ചപ്പോൾ സുഖമായോ, ഞാൻ പനിയൊക്കെ മാറി സുഖമായോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാന്ന് വിചാരിച്ചു. ഇതുപോലത്തെ കുറെ അധികം ഫണ്ടുകളുള്ള ഒരു വ്ളോഗ് ആയിരിക്കും വീഡിയോ. അപ്പം stay tuned and watch. അങ്ങനെ വെയിറ്റ് ചെയ്ത് സമയം 4:30 ആയിട്ടും വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഓരോ ചായയും ഉള്ളിവടയുടെ ഒരു പ്ലേറ്റും പറഞ്ഞു. ഇതെല്ലാം കഴിച്ചിട്ട് ഞാൻ ഇനി ഫുഡ് ചാലഞ്ചിന് പോകും. അങ്ങനെ അവസാനം സിനിമയ്ക്ക് പോയ ഇക്കയും വിഷ്ണു വരെ തിരിച്ചെത്തി. ആണോ? വിഷ്ണു വർഷം എല്ലാവരും വന്നിട്ടുണ്ട്. ഇവരൊരു നല്ല കയറ്റില്ല, എനിക്കൊന്നും കഴിക്കാനും പറ്റുന്നില്ല. എന്തൊരു അവസ്ഥയാന്ന് പറ. ഞാൻ ഷുഗർ കട്ടാ. കോൺവേഴ്സ് ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഫ്രെയിമിൽ ഭയങ്കര സെറ്റാണ്. ഇതാണ് കോൺവേഴ്സ്, നല്ല രസമുണ്ട്. അങ്ങനെ സമയം ഇപ്പം 5:40 5:45 മിസ്റ്റർ അർജുൻ എനിക്ക് വരുന്നതാണ്. നമ്മൾ സക്കൂറയുടെ തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം പുള്ളി 5:45 എത്തുമല്ലോ എന്ന്. വയറൊക്കെ സീനായി കേട്ടോ, ഗ്യാസ് ചെയ്തൊരു സീനായി. നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്നത് ഇതാണ് സക്കൂറ കൊമിറ്റി ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ സ്റ്റാഫ് മൊത്തം ജാപ്പനീസ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് നോക്കാം. നമ്മൾ അകത്ത് കയറി ചോദിക്കുമ്പോൾ അവർ നാഗാലാൻഡുകാരാണെന്ന് പറയുന്നൊരു സീനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. പുള്ളി വരുന്നവരെ വെയിറ്റും ചെയ്യാം. ആദ്യം പുള്ളി 5:30 വന്നിട്ട് നമുക്ക് ഇൻട്രോ ഒക്കെ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻട്രോ എടുത്തിട്ട് 6:30 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഒരു 6:30 ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6:45 നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അത്രയും നേരം എൻ്റെ വിശപ്പ് സഹിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സക്കൂറ റെസ്റ്റോറൻറ്റ്, സക്കൂറ കൊമിച്ചി. ക്ലോസ്ഡ് ആണ് സംഭവം. 4 മണിക്ക് ക്ലോസ് ചെയ്യും. അതിനുശേഷം 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആളെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 704 വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് നമ്മുടെ വണ്ടി കിടക്കുന്നത്. നമ്മുടെ ഇപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റിലൊന്ന് വന്ന കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി. വിശപ്പ് കൂട്ടാൻ പറ്റിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ നോക്കായിരുന്നു. आपको क्या लग रहा है ये क्या है? गेस कर पा रहे हो क्या? पिज़्ज़ा बॉक्स जैसा लग रहा है. എനിക്ക് പിസ്സ ബോക്സർ ഇരിക്കുന്ന പക്ഷേ എനിക്ക് ടീ-ഷർട്ട് ആണ്. ആ ബൂക്കേ ആണ്. ആണ് ബൂക്കേ. എന്നാ പിസ്സ കഴിക്കാം. പിസ്സ അല്ല, ടീ-ഷർട്ട് ആണ്. കറക്റ്റ് ഗസ് അടിച്ചിരിക്കുകയാണ്. പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ്. ഇതൊരു ടീ-ഷർട്ട് ആണ്. ബോയ്സ് എനിക്ക് ടീ-ഷർട്ട് തന്നിരിക്കുന്നു 2 എണ്ണം. ആടി സക്കെ बॉयज भाई ने मतलब मुझे टी-शर्ट दिया, वो भी 2. क्या बात है. ये वाला 1 पीस वाला है क्या? ഇതിനകത്ത് ഇപ്പോൾ टी-शर्ट എന്താണെന്ന് അറിയത്തില്ല. അവൻ പറഞ്ഞു ठीक है हम ये ഇത് നീട്ടിരിക്കുന്നല്ലേ.
ये तो तूने पहना ना भाई हाँ वही है अरे यार ब्रांड प्रमोशन कर रहा है ये कैसे हो गया ये അവൻ ഇട്ടിരിക്കുന്ന സാധനം കയ്യിലിട്ട് वो कैसे आ गया कैसे आ गया बहुत पता ही मुझे नहीं नहीं मालूम। ये कौन सा है जो भी इतने दिया तो अच्छा लगा ये वन पीस का है वन पीस देख सकते हैं वन पीस का है क्योंकि हम एक जापानीज रेस्टोरेंट का वीडियो कर रहे हैं इसलिए वन पीस का है कि वो इस डेविल फ्रूट या डेविल फ्रूट है इसमें ഡെവിൽ ഫ്രൂട്ട് വാല ടീഷർട്ട് दिया भाई ने അപ്പോൾ ഡെവിൽ ഫ്രൂട്ടിന്റെ ടീഷർട്ട് തന്നിരിക്കുകയാണ് അവൻ അവന്റെ ടീഷർട്ട് ഒരു എക്സ്ട്രാ ആണ് കടയായിട്ടുള്ള यस उसने उसका टी-शर्ट भी दे दी एक्स्ट्रा जो पहनने के लिए अब आप भी हैप्पी है ओके थैंक यू सो मच ओके നീ ക്ലോത്തിങ് ബ്രാൻഡിലുണ്ടോ നിനക്ക് इल्ल ये मेरे तरफ से एक गिफ्ट छोटा सा ये गिफ्ट नॉर्मली इस तरफ कुछ मिलता नहीं है मगर अच्छी बात लेकिन वो भी चाहिए ना हाँ हाँ मैं खुश हूँ आप खुश हो ना हाँ मैं खुश हूँ मैं भी खुश आप भी खुश നമ്മുടെ ഫുഡ് ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ നമ്മുടെ ഫുൾ മെനുവിന്റെ ഹാഫ് മെനു അതായത് 9 ഐറ്റംസ് തീർത്തു അങ്ങനെ വയറ് ഒരു പരിവായി ഞാൻ അവിടെ തൊട്ട് ഇടച്ചിറ തൊട്ട് ഇവിടം വരെ നടന്നാ വന്നത് അപ്പൊ നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ജാപ്പനീസ് ചിൽഡ്രൻസ് ബാങ്കിന്റെ പൈസയാണ് അപ്പം താങ്ക് യു സോ മച്ച് ബാക്കി നിങ്ങൾക്ക് അർജുൻ എംപിയുടെ ചാനലിൽ കാണാവുന്നതാണ്